ഞാൻ മനസ്സ് നിറഞ്ഞൊരു കാര്യം പറയട്ടെ. അതായത് ഈ സുവിശേഷം ആരുടെ കഥയാണ്? ഈശോയുടെ കഥയാണ്. ബൈബിളിനെ സ്നേഹിക്കൂ. ദൈവം നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും അതിൻ്റെ എല്ലാ ശാഖകളെയും അനുഗ്രഹിക്കും. കേട്ടെ, ലോകവും പാപവും പിശാചും നമ്മൾ ഈ നൂറ്റിയെടുത്തതെല്ലാം ദൈവവചനം നമുക്ക് തിരിച്ചു തരും. ലോകവും ജഡവും പിശാചും നമ്മൾ ഈ നൂറ്റിയെടുത്തിട്ടുണ്ട് ഒത്തിരി. നമ്മുടെ സമൃദ്ധി, നമ്മുടെ സമ്പത്ത്, നമ്മുടെ ആരോഗ്യം, നമ്മുടെ തലമുറയുടെ അനുഗ്രഹം, നമ്മുടെ ആത്മീയ വളർച്ച, നമ്മുടെ ശുശ്രൂഷയുടെ അഭിഷേകക്കുറവ്, നമ്മുടെ ജീവിതത്തിൻ്റെ ആത്മീയ നിലവാരം താണുപോയത്, നമ്മളിൽ പൈശാചിക പ്രവൃത്തികൾ, ഇതെല്ലാം പ്രിയപ്പെട്ടവരെ ഈ പിശാചും ലോകവും ജഡവും 3 ശത്രുക്കളാണ് മനുഷ്യന്. ഒരു ദൈവത്തിന് 3 ശത്രുക്കളേ ഉള്ളൂ: ലോകം, ജഡം, പിശാച്. ഈ ലോകവും ജഡവും പിശാചും നമ്മൾ ഈ നൂറ്റിയെടുത്തതെല്ലാം ദൈവത്തിൻ്റെ വചനം നമുക്ക് തിരിച്ചു തരും. ആത്മാവിൽ ഞാനൊരു വചനം പറയാം. ജോയൽ 2:25. വിട്ടിൽ, വെട്ടുക്കിളി, കമ്പിളിപ്പുഴു, പച്ചക്കുതിര തുടങ്ങിയ ഞാൻ അയച്ച മഹാസൈന്യങ്ങൾ തിന്ന് നശിപ്പിച്ചതെല്ലാം ഞാൻ നിനക്ക് തിരിച്ചു തരും. ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ എനിക്കറിയാം അതൊരു അസാധ്യതയല്ല. ഇപ്പൊ നിങ്ങളിൽ ചിലർ ചിന്തിക്കുന്നുണ്ട്, എത്ര കാലമായി ദൈവമേ? നിങ്ങളിൽ ചിലർ ചിന്തിക്കുന്നുണ്ട്. ഞാൻ ഇന്ന് രാവിലെ ദൈവം എന്നോട് സംസാരിച്ചൊരു കാര്യമാണ്. ദൈവത്തിൻ്റെ സമയത്താണ് എല്ലാം സംഭവിക്കുന്നത്. ദൈവത്തിന് ഗോഡ്സ് ടൈം. പക്ഷെ ശ്രദ്ധിക്കണം, ഗോഡ്സ് ടൈം ഈസ് ദ ബെസ്റ്റ് ടൈം. നമ്മൾ പറയുന്ന സമയത്തല്ല. ഇപ്പോ നിങ്ങൾ വിചാരിക്കുന്നു, എന്താണ് ഇപ്പോ? ഞാൻ 2 ആഴ്ച പ്രാർത്ഥിച്ചിട്ട് 2 ആഴ്ച കാലം കൊണ്ട് ഇതെന്താ മാറാത്തേ? ചിലപ്പോൾ ദൈവം വെച്ചിരിക്കുന്ന ടൈം 3 ആഴ്ചയായിരിക്കും. നിനക്ക് ഏറ്റവും നല്ല വിധത്തിൽ അനുഗ്രഹം വരണമെങ്കിൽ ദൈവത്തിന്റെ സമയത്ത് വരണം. ഞാനൊരു ദൂത് പറയാം. ദൈവം യാക്കോബിനെ ഗർഭപാത്രത്തിൽ വെച്ച് തന്നെ തെരഞ്ഞെടുത്താണ്. പക്ഷേ യാക്കോബ് ദൈവത്തിന്റെ സമയത്തിന് വേണ്ടി കാത്തു നിൽക്കാതെ ഏസാവിന്റെ കയ്യിൽ നിന്ന് അത് തട്ടിയെടുത്തു. യാക്കോബ് ദൈവത്തിന്റെ സമയത്തിന് വേണ്ടി കാത്തു നിൽക്കാതെ അത് തട്ടിയെടുത്തു. അതുകൊണ്ട് അവന് 20 കൊല്ലം അമ്മായിയപ്പന്റെ അടിമവേല ചെയ്ത് കഴിയേണ്ടി വന്നു. ദൈവത്തിന്റെ സമയത്തിന് വേണ്ടി കാത്തിരുന്നാൽ ആവശ്യമില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ ജീവിതത്തിൽ നിന്ന് മാറിപ്പോകും. ഗോഡ്സ് ടൈം, ദൈവത്തിന്റെ സമയത്തിന് വേണ്ടി കാത്തിരിക്കണം. അപ്പൊ ദൈവത്തിന്റെ സമയത്തിന് വേണ്ടി കാത്തിരിക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനമാണ് ദൈവത്തിന്റെ സമയത്തെ. ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങളാണ്. എന്തെന്നറിയാം, ദൈവത്തിന്റെ സമയത്തെ സ്പീഡപ്പ് ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട്. അതായത് ജീവിതത്തിലെ ഏത് തകർച്ചയും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് 3 കാര്യങ്ങൾ നമ്മളെ പഠിപ്പിക്കാനാണ്. 1, ദൈവത്തിലുള്ള അടിയുറച്ച ആശ്രയം. 2, ദൈവത്തോടുള്ള ഏകാഗ്രമായ ആരാധന. 3, അസാധാരണമായ എളിമ. ഈ 3 കാര്യങ്ങൾ ഉണ്ടാവാനാണ് തകർച്ചകൾ. ശ്രദ്ധിച്ച് കേൾക്കുക. ഈ 3 കാര്യം ഉണ്ടാവാനാണ് തകർച്ച. ഏത് തകർച്ച ആരുടെ ജീവിതത്തിൽ വന്നാലും 3 കാര്യം ഉണ്ടാവണമെന്ന് ദൈവം ഒരു വേക്കപ്പ് കോൾ തരികയാണ്. നമ്മളോട് ദൈവം പറയാണ്, മക്കളെ ഈ 3 കാര്യം പെട്ടെന്ന് ഉണ്ടായിക്കോ. 1, അടിയുറച്ച ആശ്രയം. ട്രസ്റ്റ് ഗോഡ് ഇൻ ഓൾ സിറ്റുവേഷൻസ്. ഏത് സാഹചര്യത്തിലും ദൈവത്തെ അടിയുറച്ച് ആശ്രയിക്കുക. ചിലപ്പോൾ ജപ്തി വന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങി മുറ്റത്ത് നിൽക്കേണ്ട അവസ്ഥയിലും ദൈവത്തെ അടിയുറച്ച് ആശ്രയിക്കുക. ഞാൻ പറയുന്നത് കേട്ടോണം. നെഗറ്റീവ് സിറ്റുവേഷൻ വരുമ്പോൾ ദൈവത്തെ തള്ളിപ്പറയല്. ഒരു വാതിൽ തുറക്കപ്പെടുന്നതിന് മുമ്പ് സാത്താൻ എല്ലാ വഴിയും നോക്കും. അത് ചിലപ്പോൾ നമുക്ക് ദൈവം ഉണ്ടോ എന്ന് പോലും സംശയിക്കുന്ന സാഹചര്യമായിരിക്കും കൺമുമ്പിൽ വരുന്നത്. അവിടെ പതറരുത്, അവിടെ പിടിച്ചു നിൽക്കണം. അതായത് അടിയുറച്ച ട്രസ്റ്റ്. എന്ത് സംഭവിച്ചാലും ശരി, കർത്താവ് അറിയാതെ ഒന്നും വരുത്തില്ല. എനിക്ക് മനസ്സിലായിട്ടുള്ളൊരു കാര്യം, നമ്മൾ ഒരു കാര്യം നമ്മൾ കാണുന്നുള്ളൂ. ദൈവം ഒരുപാട് കാര്യങ്ങൾ കാണുന്നുണ്ട്. നമ്മൾ പറയുന്നു, കർത്താവേ ഇപ്പോ ഈ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ഇപ്പൊ നീ തന്നാൽ ഇങ്ങനെ നടക്കും. പക്ഷെ ദൈവം ഒരു 50, 100, 5000 കാര്യങ്ങൾ അപ്പുറത്ത് കണ്ടിട്ട് ദൈവം പറയുന്നു, അല്ല ഇപ്പം നടക്കാതെ നാളെ നടന്നാൽ ഈ 50 കേസോടെ ശരിയാവും. ഞാൻ അത്രയും ജീവിതത്തിൽ നിന്നായി പറയണേ. നമ്മൾ വിചാരിക്കുന്ന സമയത്ത് പലതും നടക്കത്തില്ല. എന്തെന്നറിയോ? 1, ദൈവത്തെ കണ്ണും പൂട്ടി ട്രസ്റ്റ് ചെയ്തോണം. ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ചില ജീവിതങ്ങളെ ദൈവം വിടുവിക്കുന്നുണ്ട്. ബുദ്ധി എന്ന് പറയുമല്ലോ, ഇത് ഞാൻ ആത്മാവി പറയുകയാണ്. അതായത് കണ്ണും പൂട്ടി ട്രസ്റ്റ് ചെയ്തോണം. ഇതിനകത്തുനിന്ന് നന്മയുണ്ടാവും. അതായത് ചോദിച്ച സമയത്ത് ചോദിച്ചത് കിട്ടിയതിനേക്കാൾ നന്മ ദൈവത്തിന്റെ സമയത്ത് ദൈവം തരുമ്പോൾ ഉണ്ടാവും. ഞാൻ ചോദിച്ച സമയത്ത് ഞാൻ ചോദിച്ചപ്പോൾ കിട്ടിയതിനേക്കാൾ നന്മ ദൈവത്തിന്റെ സമയത്ത് ദൈവം തരുമ്പോൾ ഉണ്ടാവും. നമുക്കുണ്ടാവേണ്ടത് ട്രസ്റ്റ് ഹിം ഇൻ ഓൾ സിറ്റുവേഷൻസ്. എല്ലാ സാഹചര്യത്തിലും അവനെ കണ്ണും പൂട്ടി പിടിച്ചോണം. 2ാമത്തെ കാര്യം, അവനെ ആരാധിച്ചോണം എന്ന് പറഞ്ഞാൽ വേറെ ഒന്നിനെ ആരാധിക്കരുത്. ദൈവത്തെ കണ്ണും പൂട്ടി
ദൈവം അറിയാതൊന്നും സംഭവിക്കത്തില്ല. കർത്താവേ, ക്ലേശം, ദുരിതം, പീഡനം, പട്ടിണി, നഗ്നത, ആപത്ത്, വാൾ എന്ത് വന്നാലും ഈശോയോടുള്ള സ്നേഹം മാറത്തില്ല. ഞാൻ നിന്നെ ആരാധിക്കും, ഞാൻ നിന്റെ കാൽ ചുവട്ടിൽ അള്ളിപ്പിടിച്ച് കിടക്കും. കർത്താവേ, അപ്പാ, നിന്റെ കരങ്ങളിൽ എൻ്റെ പ്രാണനെ ഞാൻ സമർപ്പിക്കും. തൊട്ട് മുമ്പ് 10 മിനിറ്റ് മുമ്പ് ഈശോ ഒരു ചോദ്യം ചോദിച്ചായിരുന്നു, അപ്പാ, എന്നെ കൈവിട്ടത് എന്താന്ന്? ഉത്തരം കിട്ടിയോ? പുത്രൻ ചോദിച്ചിട്ട് പോലും ഉത്തരം കിട്ടിയില്ല. ഉത്തരം കിട്ടാതിരുന്നപ്പോ 10 മിനിറ്റ് കഴിഞ്ഞ് ഉത്തരം പറഞ്ഞു, ഉത്തരം തന്നില്ലേലും എൻ്റെ പ്രാണനെ നിന്റെ കരങ്ങളിൽ ഞാൻ സമർപ്പിക്കും. ട്രസ്റ്റ് ഗോഡ് ഇൻ ഓൾ സിറ്റുവേഷൻസ്. വർഷിപ്പ് ഹിം വിത്ത് അൺഡിവൈഡഡ് ഹാർട്ട്. വിഭജിക്കപ്പെടാത്ത ഹൃദയത്തോടെ ദൈവത്തെ ആരാധിക്കുക. 3, ജീവിതത്തിൽ എളിമപ്പെട്. ദൈവത്തിന്റെ സമയം സ്പീഡപ്പാവും. മനസ്സിലായ? ദൈവത്തിന്റെ സമയത്ത് ഞാൻ മനസ്സിലാക്കി ആത്മീയ രഹസ്യങ്ങൾ പറഞ്ഞു തരികയാണ്. ദൈവത്തിന്റെ സമയത്തെ സ്പീഡപ്പാക്കാൻ ട്രസ്റ്റ് ചെയ്യുക, വർഷിപ്പ് ചെയ്യുക, ഹമ്പിളാവുക, എളിമപ്പെടുക. എന്നെ കൊണ്ടൊന്നും നടക്കത്തില്ല എന്ന് സമ്മതിച്ചോ, ദൈവം പ്രവർത്തിക്കും. മനസ്സിലായി? എന്നെ കൊണ്ട് കൂട്ടിയാൽ ഇത് കൂടത്തില്ല. അഹങ്കാരം എല്ലാം കള. ഞാൻ അതാണ്, ഞാൻ ഈ കുടുംബമാണ്, ഞാൻ ആ കുടുംബമാണ്, ഞാൻ അത് ചെയ്തു, നീ കള. നീ ഒന്നുമല്ല, നീ വട്ടപൂജ്യം. മനുഷ്യനൊരു നിഴൽ മാത്രം, ഒരു ശ്വാസം മാത്രം ദൈവം താങ്ങി നിർത്തുന്നോണ്ടാ നിൽക്കുന്നേ. അത് സമ്മതിക്ക്. പൂഴി മണലിലും പൊടിയിലും ചാക്കിലും ഇരുന്ന് ആരാധിക്ക്. നിലത്ത് മുഴങ്കാല് മടക്കിയിരുന്ന് ആരാധിക്ക്. ഏലിയ ചെയ്ത പോലെ കാൽമുട്ടുകൾക്കിടയിൽ മുഖം അമർത്തിയിരുന്ന് ആരാധിക്ക്. ഒരു മേഘം നിനക്ക് വേണ്ടി അപ്പുറത്തുയരും.